ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരട്ടെ. ഇത് കണ്ടോ, രാവിലെ എൻ്റെ മോൾക്ക് ഓണക്കോടി വേണം പറഞ്ഞേ. അപ്പോൾ അവൾക്ക് സെറ്റും കൊണ്ട് തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ ഇഷ്ടത്തിന് തന്നെ ഞാനിത് കണ്ടോ, ഇതേ ഡിസൈന് നമ്മളെ മെട്രോ വെഡിങ് ഗ്ലാസ് അല്ലേ, അവൾക്ക് എന്താ തിരക്ക്, എന്ത് ഭംഗിയുള്ള ഡ്രസ്സുകളാണെന്നറിയാമോ, മെറ്റീരിയൽസൊക്കെയോ ഇഷ്ടം പോലെ. ഇവിടെ കയറി ഇറങ്ങിത്തരാനൊന്നും നമുക്ക് തോന്നില്ല, അത്രയ്ക്ക് ഭംഗിയുള്ള ഡ്രസ്സുകളാണ് അതൊക്കെ. അതുകൊണ്ട് ഞാൻ ഇത് അവളുടെ ഇഷ്ടത്തിന് അവിടെ നിന്ന് എടുത്തു. ഇതേപോലെ ബ്ലൗസ് പീസ് കണ്ടു, ഇതിന് ചേരുന്ന ബ്ലൗസ് പീസ് ഇത് തന്നെ എടുത്ത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാനിങ്ങനെ വന്നിട്ടുണ്ടല്ലോ, അവിടെ അടുത്ത് തന്നെ ഒരു കടയുണ്ട്, ചെറിയ 10 രൂപ കടയെന്ന് പറയേ. ആ കടയിൽ കയറിയിട്ട് ഈ കമ്മൽ കണ്ടോ, ഇത് മേടിച്ചു. ഇത് തീർത്തും വിലക്കുറവ് കേട്ടോ. ഇത് മേടിച്ച് ഞങ്ങളിങ്ങനെ പതുക്കെ വീട്ടിലേക്ക് വരിക. പതുക്കെ ഇങ്ങനെ വന്ന് രണ്ടുപേരും കൂടി, ഞാനും മോളും കൂടി തന്നെ ഇങ്ങനെ ബസ്സിലേക്ക് കയറി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വന്നു. ബസ്സെന്ന് പറഞ്ഞപ്പോഴാണ് ഓർത്ത്, എനിക്ക് ബസ്സിൽ കയറാൻ ഭയങ്കര പേടി കേട്ടോ. എന്നാലും മോളുള്ളപ്പോൾ ഞാൻ തന്നെ പോകും. എന്നിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഈ നമ്മളെ പറമ്പിൽ നിന്ന് പുറകിൽ നമ്മൾ താമസിക്കുന്ന നമ്മളുടെ പറമ്പെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളോർക്കും സ്വന്തം വീടാണ്. സ്വന്തമൊന്നുമല്ല കേട്ടോ, വലിയ വാടക വീടാണ്. പിന്നെ അവിടെ കണ്ടോ, ഇതെന്താണെന്നറിയോ, ഇത് പ്രാഷ്മുട്ട്. ഇത് കുറേ ഉണ്ട് കേട്ടോ. ഞാൻ പറക്കിക്കൊണ്ട് വന്നു, കുറേ അവിടെ പോയി പറക്കിക്കൊണ്ട് വന്നിട്ട് പതുക്കെ മുറിച്ച് തിന്നാനൊക്കെ തുടങ്ങുമായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്ത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന്. എന്നാണെന്നറിയാമോ, ഇത് കഴിച്ചാലായിട്ട് പിന്നെ ബ്ലഡ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് തന്നെയല്ല, ഈ ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇത് ഷുഗർ കുറയാനൊക്കെ നല്ല മരുന്നാണെന്നാണ് പറയുന്നത്. അല്ലേ തന്നെ ഇത് തിന്നാനൊരു പ്രത്യേക ടേസ്റ്റില്ലേ. എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ പുളിപ്പും മധുരവും എല്ലാം കൂടി എന്ത് രസമല്ലേ. നിങ്ങളൊന്ന് വരച്ച് തിന്നൊക്കെ നോക്ക് കേട്ടോ. ഇത് ഞാൻ നമ്മളുടെ എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കും, നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇച്ചിരി നമുക്ക് എടുത്ത് തിന്നായിരുന്നു. ഇപ്പോൾ ഏതായാലും ദൈവപുരുഷം കൊണ്ട് നമ്മുടെ പറമ്പിൽ ഇത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമ്മുടെ സ്വന്തമല്ല, വാടക വീട്ടിൽ. എന്നാലും ആരോടും ചോദിക്കാൻ പറയുന്നു വേണ്ട, ഇഷ്ടം പോലെ എടുത്ത് കഴിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഞാൻ എല്ലാവർക്കും ഡ്രസ്സുകളൊക്കെ നല്ലതായിട്ട് ഞാൻ ഡ്രസ്സ് തയ്ച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാ ഫാഷനും തയ്ക്കുന്നുണ്ട്. പിന്നെ ഓൺലൈനായിട്ട് ഇനി പഠിക്കണമെന്നുള്ളൊരു വല്ല ഇതിൻ്റെ അടിയിൽ കമൻ്റ് ഇട്ടാൽ മതി, ഞാൻ ഓൺലൈനായിട്ട് പഠിപ്പിച്ച് തരാം കേട്ടോ. പിന്നെ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ലൈക്കും ചെയ്യണം, മറക്കല്ലേ. വീഡിയോ കാണുന്നതിനോടൊപ്പം ഇത് രണ്ടും ചെയ്യും, മറക്കരുത് കേട്ടോ. ബൈ.